വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ സംസ്കാരം ഇന്ന് നടക്കും. പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കി വനം വകുപ്പ്. കടുവയെ പിടികൂടാൻ 100 അംഗ RRT സംഘത്തെയും സജ്ജീകരിച്ചിട്ടുണ്ട്. രതീഷ് വാസുദേവനുടെ വിശദാംശങ്ങളുമായി. രതീഷ്, ഈ സംസ്കാരമടക്കമുള്ള നടപടികൾ എപ്പോഴാണ്? ഒപ്പം ഇന്നവിടെ പ്രത്യേക നിരീക്ഷണം, പ്രത്യേക പരിശോധന, കൂടുതൽ RRT സംഘത്തെ വിനിയോഗിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? അതിന് തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജിന്റെ മുന്നിലാണ്. ഇവിടുത്തെ മോർച്ചറിയിലാണ് രാധയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം രാത്രി തന്നെ പൂർത്തിയായിരുന്നു. ഇന്ന് 8 മണിയോടെയാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലേക്ക് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോവുക. 11 മണിയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകളെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കാപ്പി പറിക്കാൻ തോട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് വനംവകുപ്പ് തണ്ടർബോൾട്ടാണ് പ്രദേശത്ത് പരിശോധന നടത്തിയ തണ്ടർബോൾട്ടാണ് ശരീരം കണ്ടെത്തിയത്. എന്തായാലും ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ഇന്ന് രാവിലെ 8 മണിയോടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. 11 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. RRTയുടെ വയനാട്ടിലെ വനംവകുപ്പിന്റെ 100 അംഗ പ്രത്യേക സംഘമാണ് ഈ പ്രദേശത്ത് പഞ്ചാരക്കൊല്ലി ഭാഗത്ത് സജീവമായ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാത്രിയും പട്രോളിംഗ് ഉണ്ടായിരുന്നു. തെർമൽ ഡ്രോണും സാധാരണ ഡ്രോണും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. 2 കൂടുകൾ പ്രദേശത്ത് ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഭീതി അകറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് വൈൽഡ് ലൈഫ് വാർഡും CCF അറിയിച്ചിട്ടുണ്ട്. ഉത്തരമേഖല CCF കെ ദീപയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം മാനന്തവാടിയിൽ ക്യാമ്പ് ചെയ്താണ് ഇത്തരം നിരീക്ഷണങ്ങൾക്കും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. ഇന്നലെ രാത്രി തന്നെ RRTയുടെ പ്രത്യേക സംഘങ്ങൾ പല ഭാഗങ്ങളിലായി കടുവയ്ക്കായിട്ടുള്ള തെരച്ചിലും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വനംവകുപ്പ് രാവിലെ അറിയിക്കുന്നത്. എന്തായാലും പരിശോധന തുടരും. രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിലേക്കും ഒക്കെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഇഞ്ചിയാനകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലിന് വേണ്ടി സംഘം സജ്ജമാണ്. കടുവയെ കണ്ടാൽ വെടിവെക്കാൻ തന്നെയാണ് ഇപ്പോഴുള്ള നിർദ്ദേശം. ഇനി കൂട്ടിൽ കൂടെ കയറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത പരിശോധിക്കുക, മയക്ക് വെടിവെക്കാനുള്ള അത്തരം സാധ്യത പരിശോധിക്കുക. ഇതെല്ലാം എല്ലാ തരത്തിലുള്ള സാധ്യതകളും കടുവയെ പിടികൂടാൻ വേണ്ടി വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അതിനിടയിൽ രാത്രിയുടെ സംസ്കാര ചടങ്ങുകൾ 11 മണിയോടെ നടക്കും. പ്രദേശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം എന്നാലും ഉണ്ടായിരുന്നു. മന്ത്രി OR കേളു ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് പ്രശ്നപരിഹാരം ഉറപ്പു നൽകി ആളുകളെ സമാധാനിപ്പിച്ചത്. ഇന്നലെ തന്നെ OR കേളു പഞ്ചാരക്കൊല്ലിയിലെ രാത്രി വീട്ടിലെത്തി ഈ നഷ്ടപരിഹാര തുകയിലെ ആദ്യ ഗഡു 5 ലക്ഷം കൈമാറി. ബാക്കി വളരെ വൈകാതെ തന്നെ നൽകും എന്നും അറിയിക്കുകയും ചെയ്തു. എന്തായാലും ആളുകൾക്ക് പ്രദേശത്തുള്ള ആശങ്ക അകറ്റാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. RRT സംഘം എല്ലാ സമയവും പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നു. മറ്റ് കടുവയ്ക്കായി കൂട് വയ്ക്കുന്നു. മറ്റ് എല്ലാ തരത്തിലുള്ള കടുവയെ പിടികൂടാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും വനംവകുപ്പ് സജീവമായി നടത്തുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മാനന്തവാടിയിൽ നിന്നും നൽകാവുന്ന വിവരങ്ങൾ. 8 മണിയോടെ രാധയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. 11 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ. അത് തന്നെയാണ് ഈ കടുവയ്ക്കായി ഇന്നും വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കും എന്നുള്ളതാണ്. തെർമൽ ഡ്രോൺ സംവിധാനം അടക്കം ഉപയോഗിച്ച വിവിധയിടങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ച് അങ്ങനെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കുമെന്നാണ്. ഒപ്പം കൂടുതൽ RRT സംഘത്തെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏത് വിധേനയും കടുവയെ പിടികൂടാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇത് ഏകദേശം പുലർച്ചെ ആയാൽ തന്നെ ഇത്തരത്തിൽ ഈ കടുവയ്ക്കായുള്ള പരിശോധന തുടങ്ങാനും ഒപ്പം കടുവയെ കണ്ടെത്തിയാൽ ഉടനെ മയക്കുവെടി വയ്ക്കുവാനുമാണ് RRT സംഘത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ വയനാട്ടിൽ നിന്ന്.